ഗണപതിക്കും പരശുരാമനും ഇടയിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഗണപതി പരശുരാമനെ എടുത്തുകൊണ്ടുപോയി 14 ലോകത്തിലും വൈകുണ്ഠത്തിലും കൊണ്ടിട്ട് കറക്കി തിരിച്ച് കൈലാസത്തിൽ കൊണ്ട് നിർത്തി. ശേഷം ഇവർ രണ്ടുപേരും കോപത്തോടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം 4ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഗണപതി ഭഗവാനും പരശുരാമനും നേർക്കുനേർ നിൽക്കുകയാണ്. ഗണപതി ഭഗവാൻ പരശുരാമനെ തൻ്റെ തുമ്പിക്കയിൽ ചുറ്റിയെടുത്ത് 14 ലോകത്തിലും കറക്കിക്കൊണ്ട് തിരിച്ച് കൈലാസത്തിലേക്ക് ഇട്ടപ്പോഴത്തേക്കും പരശുരാമൻ്റെ മുഖത്ത് പല വികാരങ്ങളുണ്ടായിരുന്നു. സന്തോഷമുണ്ടായിരുന്നു, ദുഃഖമുണ്ടായിരുന്നു, അതിനെക്കാട്ടിയും ദേഷ്യമുണ്ടായിരുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതായ സമയം പരശുരാമൻ തൻ്റെ കയ്യിൽ തൻ്റെ പരശുവെടുത്ത് പരശുരാമൻ നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഗണപതി ഭഗവാന്റെ മുഖത്ത് യാതൊരുവിധ വികാരമാറ്റവും ഉണ്ടായില്ല. എന്നാൽ പരശുരാമനകത്തെ ക്രോധത്തോടുകൂടി ഈ മഴു പലതവണ ചുറ്റിച്ച് ഗണപതി ഭഗവാന് നേരെ വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ഗണപതി ഭഗവാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. പരശുരാമൻ എറിഞ്ഞ ആ മഴു അതേതെങ്കിലും ഒരു മഴുവല്ല, തൻ്റെ അച്ഛനായ സാക്ഷാൽ മഹാദേവൻ്റെ ആയുധമാണ്. മഹാദേവൻ പരശുരാമന് ഗിഫ്റ്റ് ചെയ്ത പരശുവാണത്. അപ്പോൾ അച്ഛൻ്റെ ആയുധമാണ് എറിയുന്നത്. ആ ആയുധത്തിനെ തടുക്കാനോ തകർക്കാനോ തടയാനോ ഗണപതി ഭഗവാന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാൻ തൻ്റെ കൊമ്പ് കൊണ്ട് ആ മഴുവിനെ നേരിട്ടു. അതായത് വരുന്ന മഴുവിന് നേരെ തൻ്റെ ഇടത്തെ കൊമ്പ് കാണിച്ചു കൊടുത്തു. അങ്ങനെ മഴു വന്നടിച്ച് ഗണപതി ഭഗവാന്റെ കൊമ്പൊടിഞ്ഞു വീണു. അതുപോലെ തന്നെ ചെറിയൊരു മുറിവുണ്ടായി. ഇത് കണ്ടു നിന്ന ആളുകൾ അവിടെ നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. എന്താണ് ഉണ്ടായത്? സാക്ഷാൽ പാർവതീപുത്രനായ ശക്തിപുത്രനായ ഗണപതി ഭഗവാന് നേരെയാണ് പരശുരാമൻ ആയുധം പ്രയോഗിച്ചത്. ആ ആയുധമാകട്ടെ വന്ന് പ്രഹരിച്ചതോ ഗണപതി ഭഗവാന്റെ കൊമ്പിൽ. ആളുകൾ ഭയത്തോടുകൂടി അവിടെ നിന്നു. ഈ സമയം സുബ്രഹ്മണ്യ സ്വാമിയും ഇത് കണ്ടിട്ട് ഇത് എന്താ സംഭവിച്ചതെന്നുള്ളൊരു രീതി നിന്നപ്പോൾ അകത്തു നിന്ന് ഒരു വിളി വന്നു. കാർത്തികേയ, എന്താണുണ്ടായത്? പാർവതി ദേവിയായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി അകത്തേക്ക് കയറി പോകുന്നതിന് മുൻപ് തന്നെ പാർവതി ദേവിയും മഹാദേവനും പുറത്തേക്ക് വന്നു. ദേവി വന്ന് കാണുന്ന കാഴ്ച സ്വന്തം മകൻ്റെ കൊമ്പൊടിഞ്ഞ് വീണേക്കുന്നതും മുഖത്തൊരു മുറിവുണ്ടായേക്കുന്നതും രക്തം വീണ് കിടക്കുന്നതുമാണ്. ദേവിയുടെ കണ്ണ് ചുവന്നു തുടങ്ങി, നല്ല ദേഷ്യം വന്നു തുടങ്ങി. ദേവി ഉടനെ തൻ്റെ മൂത്ത പുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയോട് ചോദിച്ചു, കാർത്തികേയ, എന്താ ഇവിടെ സംഭവിച്ചത്? സുബ്രഹ്മണ്യ സ്വാമി വള്ളി പുള്ളി തെറ്റാതെ എല്ലാം അങ്ങ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ദേവിക്കങ്ങ് കണ്ണ് വീണ്ടും ചുമന്ന് അങ്ങ് ദേഷ്യം വന്നു. ചുറ്റിനും നിൽക്കുന്ന ആളുകളൊക്കെ നല്ലതുപോലെ ഭയന്നു ദേവിയുടെ ആ ഒരു ദേഷ്യം കണ്ടിട്ട്. ദേവി നേരെ തിരിഞ്ഞു നോക്കുന്നത് മഹാദേവനെ. മഹാദേവൻ അവിടെ ശാന്തനായി നിൽക്കുന്നു. ദേവി മഹാദേവനോട് ചോദിച്ചു, അങ്ങേക്കൊന്നും പറയാനില്ലേ? അങ്ങയുടെ അനുഗ്രഹം കൊണ്ടല്ലേ പരശുരാമൻ അസാധ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതേ അനുഗ്രഹം കൊണ്ടല്ലേ എൻ്റെ മോന് നേരെ പരശുരാമൻ ആയുധം പ്രയോഗിച്ചത്? ഇപ്പോഴും അങ്ങേക്കൊന്നും പറയാനില്ലേ? ദേവി ചോദിച്ചു. മഹാദേവൻ സൈലൻ്റായിട്ട് ശാന്തനായി അവിടെ ഈ സംഭവങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ദേവി പിന്നെയും ദേഷ്യപ്പെട്ടിട്ട് അങ്ങയുടെ ശിഷ്യനെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഇതിനങ്ങ് ഒന്നും പറയാതെ മിണ്ടാതിരിക്കാനാണോ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ക്ഷണം ഞാനിവിടെ നിൽക്കത്തില്ല, ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് എൻ്റെ വീട്ടിൽ പോവുക. സെയിം ഡയലോഗ് ദേവി പറയുന്നതായിട്ടാണ് ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ കിടക്കുന്നത്. ഞാൻ എൻ്റെ 2 പുത്രന്മാരെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണെന്നാണ് ദേവി പറഞ്ഞത്. മഹാദേവൻ അങ്ങ് വല്ലാത്ത വിഷമമായിപ്പോയി. ഈ ഒരു ധർമ്മസങ്കടം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ മുഖമേ ഓർമ്മ വന്നോളൂ. മഹാദേവൻ അദ്ദേഹത്തെ സ്മരിച്ചു. അവിടെ എത്തി കൃഷ്ണൻ. ഇവിടെ കൃഷ്ണനും രാധയും എന്നാണ് പറയുന്നത്. കാരണം ഗോലോകത്തെക്കുറിച്ച് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഗോലോകത്തിൽ കൃഷ്ണനും രാധയും ഒന്നിച്ച് വസിക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പോലെ. അപ്പോൾ മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണല്ലോ, പൂർണ്ണ നാരായണനാണല്ലോ കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻ അവിടെ വന്നപ്പോഴത്തേക്കും മഹാദേവൻ പറയാതെ തന്നെ കൃഷ്ണന് കാര്യങ്ങൾ മനസ്സിലായി. കൃഷ്ണൻ നാരായണൻ എന്ന് പറയുമ്പോൾ ദേവിയുടെ സഹോദരനാണല്ലോ. അപ്പോൾ ഭഗവാൻ വന്നിട്ട് ദേവീനെ സമാധാനിപ്പിച്ചു, ദേവിയോട് കാര്യങ്ങൾ പറഞ്ഞു. സഹോദരൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ദേവി തണുത്തു. പരശുരാമനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു, ദേവി തണുത്തു. ഈ സമയത്ത് രാധാദേവി ഒരു കാര്യം ചെയ്തു. രാധാദേവി ഒരു സ്ഥലത്തിരുന്നിട്ട് ഗണപതി ഭഗവാനെ പിടിച്ച് മടിയിലിരുത്തി. എന്നിട്ട് തലയിൽ ഇങ്ങനെ തലോടിയപ്പോഴത്തേക്കും മുഖത്തുണ്ടായ മുറിവ് അങ്ങ് പോയി. ഗണപതി ഭഗവാനെ ഹാപ്പി ആവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ദേവി ഓക്കെ ആയി. ദേവി 100% ഓക്കെ ആയി. എന്നിട്ട് ദേവിയോട് ശ്രീകൃഷ്ണസ്വാമി കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു, കൃഷ്ണൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു, പരശുരാമനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു. ദേവിയുടെ തന്നെ ഭക്തനാണല്ലോ പരശുരാമൻ, ശക്തിയുടെ ഉപാസകനാണല്ലോ, ശാക്തേയനാണല്ലോ പരശുരാമൻ.
അപ്പോൾ ദേവി എന്തോ ചെയ്തു? ദേവി അവിടെ ഇരുന്നിട്ട് പരശുരാമനെ ഒരു മകനെ പിടിച്ചെടുത്തിരുത്തുന്നത് പോലെ പിടിച്ചെടുത്തിരുത്തി. എന്നിട്ട് പരശുരാമൻ്റെ തലയിൽ തൊട്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തുടങ്ങി, പഠിപ്പിച്ചു തുടങ്ങി, ഓരോ കാര്യങ്ങൾ സമാധാനിപ്പിച്ചു തുടങ്ങി. ഇത് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിക്ക് നല്ലൊരു അമ്മ ഉപദേശിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ സമയം മഹാദേവൻ പരശുരാമനോട് സംസാരിച്ചു തുടങ്ങി. പരശുരാമന് വേണ്ട ജ്ഞാനങ്ങളും ഉപദേശങ്ങളും എല്ലാം പരശുരാമന് മഹാദേവൻ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോഴും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കൃഷ്ണൻ നോക്കിയപ്പോൾ രാധാദേവി ഗണപതി ഭഗവാനെ പിടിച്ച് മടിയിലിരുത്തിയേക്കുന്നു, പാർവതി ദേവി പരശുരാമനെ പിടിച്ച് അടുത്തിരുത്തിയേക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമി അവിടെ നിൽക്കുകയാണ്. ശ്രീകൃഷ്ണസ്വാമി എന്തോ ഇത് മോർണിംഗ് വാ എന്നും പറഞ്ഞ് മുരുകനെ പിടിച്ച് അടുത്തിരുത്തി. അത് അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. മഹാവിഷ്ണു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് മുരുകൻ. ഒരു പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, പരന്താമൻ ഒരുപാട് ഇഷ്ടപ്പെട്ട മരുമകൻ എന്നുള്ള രീതിയിൽ. പരന്താമൻ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ട മരുമകൻ എന്നുള്ള പേരിൽ സുബ്രഹ്മണ്യ സ്വാമിയെ വാഴ്ത്തുന്നുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, മഹാവിഷ്ണു ഭഗവാന്റെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ഡ്രസ്സിൻ്റെ കളർ പോലും സെയിം അല്ലേ? മഹാവിഷ്ണു ഭഗവാന്റെ ഡ്രസ്സിൻ്റെ കളർ കുറച്ചുകൂടെ കട്ടിയുള്ള മഞ്ഞയാണ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ഡ്രസ്സിൻ്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞയാണ് അല്ലേ? അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ സുബ്രഹ്മണ്യ സ്വാമിയും തൻ്റെ ശിരസിൽ ഇങ്ങനെ മയിൽപ്പീലി വയ്ക്കാറുണ്ട്, കൃഷ്ണനെ പോലെ മഹാവിഷ്ണു ഭഗവാനെ പോലെ. അത് അവരുടെ രണ്ടുപേരുടെ ആ ഒരു സ്നേഹം, ആ ഒരു അമ്മാവൻ മരുമകൻ എന്നുള്ള സ്നേഹം, അങ്ങനെ മുരുകനെ പിടിച്ചെടുത്തിരുത്തി. ഇത്രയും കാര്യങ്ങൾ ദേവിയുടെ അടുത്തിരുന്ന് മഹാദേവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്കും പരശുരാമൻ്റെ മനസ്സങ്ങല്ലെങ്കിൽ പരശുരാമൻ എണീച്ച് നിന്ന് ഇവരെ സ്തുതിച്ചു, കൃഷ്ണനെ സ്തുതിച്ചു, ദേവിയെ സ്തുതിച്ചു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അസാധ്യമായ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുള്ളൂ ദേവി അവിടുന്നതിനോട്. ഇനി 1000 ജന്മങ്ങൾ ഞാൻ എടുത്താലും ആ 1000 ജന്മത്തിൽ എല്ലാ ജന്മങ്ങളിലും കൃഷ്ണനോടും രാധയോടും മഹാദേവനോടും ദേവിയോടും എനിക്ക് ഭക്തി ഉണ്ടായിരിക്കണം എന്നാണ് പരശുരാമൻ പറഞ്ഞത്. ദേവി സന്തോഷത്തോടെ അനുഗ്രഹിച്ചു. പരശുരാമൻ അവിടെ നിന്ന് യാത്രയായി നേരെ തൻ്റെ അച്ഛനായിട്ടുള്ള ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. പരശുരാമൻ വന്ന വരവിൽ എല്ലാവരും പരശുരാമനെ സ്വീകരിച്ച രീതി ഒരു വേറെ ലെവലിലായിരുന്നു. കാരണം അസാധ്യമായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ട് വരുവാണ്. അത്രയും ആദരവോടുകൂടി എല്ലാവരും പരശുരാമനെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്തു. പരശുരാമൻ വന്നിട്ട് തൻ്റെ അമ്മയായ രേണുകയോടും തൻ്റെ അച്ഛനായ ജമദഗ്നിയോടും ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ ശാന്തമായി എല്ലാം ഇരുന്ന് കേട്ടു. എല്ലാം കേട്ടതിന് ശേഷം ജമദഗ്നി മഹർഷി പരശുരാമനോട് പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരി തന്നെയാണ്, പക്ഷേ ഇത്രയും ക്ഷത്രിയരെ നീ വധിച്ചതുകൊണ്ട് നിനക്ക് പാപം സ്പർശിച്ചിട്ടുണ്ട്, നിനക്ക് പാപം ഉണ്ടായിട്ടുണ്ട്. പരശുരാമൻ പറഞ്ഞു, ഈ പാപം ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛാന്ന് ചോദിച്ചു. ജമദഗ്നി മഹർഷി പറഞ്ഞു, പാപമോക്ഷം മാറാനായിട്ട് തപസ് ചെയ്യണം. ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, തപസ് ചെയ്യാനുള്ള രീതി പറഞ്ഞു കൊടുത്തു, തപസ് ചെയ്യുന്ന അത്ര സമയത്തെയും ഡയറ്റ് പറഞ്ഞു കൊടുത്തു. ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാവുള്ളൂ, റൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്നാണ് പറഞ്ഞത്, ഇത് മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ 12 വർഷം തപസ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമൻ പോയി 12 വർഷം തപസ് അനുഷ്ഠിച്ചു, കഠിന തപസ്. അവിടെയും പരശുരാമൻ്റെ കൂടെ ആകൃതവർണ്ണൻ പോയി. അങ്ങനെ ആകൃതവർണ്ണനും പരശുരാമനും കൂടെ 12 വർഷം തപസ് അനുഷ്ഠിച്ചു. 12 വർഷം തപസ് അനുഷ്ഠിച്ചതിന് ശേഷം വീണ്ടും തൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ സന്തോഷത്തോടുകൂടി വന്നപ്പോഴത്തേക്കും ആ ആശ്രമത്തിൻ്റെ രൂപമെല്ലാം വീണ്ടും മാറി. അവിടെ അത്രയും കാലവും ഉണ്ടായിരുന്നതിനെക്കാട്ടിയും എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായതുപോലത്തെ ഒരു ഫീല് പരശുരാമനുണ്ടായിരുന്നു. പരശുരാമൻ അകത്തേക്ക് കയറിപ്പോയപ്പോൾ പരശുരാമനെ കണ്ട ഉടനെ ആശ്രമത്തിൽ താമസിച്ചിരുന്ന ചില ആളുകൾ കരയാനൊരുങ്ങി, ചില ആളുകൾ പേടിച്ചു പോയി. കാരണം കയ്യിലും മഴുവൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ചില ആളുകൾ എന്തോ പറയണമെന്ന് അറിയാൻ വയ്യാതെ നിന്നു. പിന്നെന്താ ഇങ്ങനെ എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്? ആദ്യം താനിവിടെ വന്നപ്പോൾ ആദരവോടെ സ്വീകരിച്ചവരെല്ലാവരും ഇപ്പോൾ കരയാണ്. അതിനുവേണ്ടി എന്താ ഉണ്ടായേ? പരശുരാമൻ അച്ഛനെയും അമ്മയും വിളിച്ചു, അച്ഛനും അമ്മയും വിളി കേൾക്കുന്നില്ല. പിന്നെ പരശുരാമൻ കാണുന്നത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന തൻ്റെ സഹോദരന്മാരെയാണ്. ഉടനെ തന്നെ പരശുരാമൻ ഒരാളെ അടുത്ത് വിളിച്ചിട്ട് എന്താ ഉണ്ടായ, അച്ഛനും അമ്മയും എന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പരശുരാമ, അങ്ങ് തപസ് ചെയ്യാൻ പോയ സമയം ഒരിക്കൽ കാർത്തവീര്യാർജുനൻ്റെ 5 പുത്രന്മാർ, അതിൽ ശൂരനും ശൂരസേനനും കൂടെ വന്നിരുന്നു. അവർ നായാട്ടിലാണ് വന്നത്. നായാട്ടിന് വന്നപ്പോൾ ക്ഷീണിച്ചതിന് ശേഷം നായാട്ടിന് വന്ന് ഇവർ ഈ കാട്ടിലുള്ള ഒരുപാട് മൃഗങ്ങളെ എന്നവർ വധിച്ചു. എന്നിട്ടവർ ക്ഷീണിച്ചിട്ട് ആശ്രമത്തിലേക്ക് വന്നു. ആശ്രമത്തിലേക്ക് വന്നിട്ട് അവർ ചോദിച്ചു, ഇത് ആരുടെ ആശ്രമമാണെന്ന്. അപ്പോഴാണ് പറഞ്ഞത് ജമദഗ്നി മഹർഷിയുടെ ആശ്രമമാണെന്ന്. നമ്മൾ ജമദഗ്നി മഹർഷി എന്ന പേര് പറഞ്ഞുടനെ തന്നെ ശൂരൻ്റെ മുഖതാവിൽ നിന്ന് അങ്ങയുടെ പേരാ വന്നേ, അങ്ങയുടെ അച്ഛൻ്റെ ആശ്രമമാണല്ലേ എന്നൊരു ചോദ്യം. പിന്നീട് അവർ ഈ ആശ്രമം കയറി ആക്രമിക്കുകയും ജമദഗ്നി മഹർഷിയെ വധിച്ചു കളയുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും പരശുരാമൻ ഇങ്ങനെ അന്തം വിട്ടുപോയി. വീണ്ടും
കാർത്തവീര്യാർജുനനെ വധിച്ചു. അന്ന് രക്ഷപ്പെട്ടോടിയ 5 പുത്രന്മാരുണ്ടല്ലോ, അതിലൊരുത്തൻ വന്ന് പ്രതികാരം ചെയ്യാണ് ചെയ്തത്. അച്ഛനെ വധിച്ചു. അപ്പോൾ അമ്മയോ? ജമദഗ്നി മഹർഷി മരിച്ചു വീണ കണ്ട ആ കാഴ്ച കണ്ടപ്പോൾ രേണുകാദേവിയും അവിടെ തന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് കണ്ട് സഹിക്കാൻ വയ്യാതെ നെഞ്ചുപൊട്ടി മരിച്ചുപോയി. അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് തൻ്റെ അമ്മയും അച്ഛനും തന്നെ വിട്ടുപോയി. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കേൾക്കുന്നത് തൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും മരണവാർത്ത. അതും താൻ വെറുതെ വിട്ടവന്മാർ തിരിച്ചു വന്നു, തന്നിൽ നിന്ന് രക്ഷപ്പെട്ടോടിയവന്മാർ തിരിച്ചു വന്നിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന് മനസ്സിലാക്കിയ പരശുരാമന് നിയന്ത്രണം വിട്ടു. ആ തപസ്സും കാര്യങ്ങളും എല്ലാം പരശുരാമൻ മറന്നു. എന്തോ വരട്ടെ, ഇത് ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്നും പറഞ്ഞ് ഉടനെ തന്നെ പരശുരാമൻ കയ്യിൽ മഴു എടുത്തു. കോപത്തോടെ ആ മഴുവിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പരശുരാമൻ പറഞ്ഞു, ഇതിന് കാരണമായവന്മാരെ വീഴ്ത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് പരശുരാമൻ നേരെ വിട്ടു മാഹിഷ്മതിയിലേക്ക്, കാർത്തവീര്യാർജുനൻ്റെ തലസ്ഥാനത്തിലേക്ക്. അവിടെ ഇപ്പോൾ ഉള്ളത് കാർത്തവീര്യാർജുനൻ്റെ 5 മക്കളാണ്. അവിടെ എത്തി പരശുരാമൻ ഉറക്കെ അലറി. എന്നിട്ട് തൻ്റെ മനസ്സിൽ മഹോദരനെ സ്മരിച്ചു. മഹോദരൻ എന്ന് പറയുമ്പോൾ മഹാദേവൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണ് മഹോദരൻ. മഹോദരനെ സ്മരിച്ചുടനെ തന്നെ മഹോദരൻ പരശുരാമൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അറിഞ്ഞിട്ട് പരശുരാമൻ്റെ മുന്നിലേക്ക് ഒരു രഥം അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ അവിടെ ഭീകരമായിട്ടുള്ളൊരു രഥമുണ്ടായി. രഥം മാത്രമല്ല, രഥത്തിനുള്ളിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു. ആ രഥം തെളിക്കുവാനായിട്ട് ഒരു സാരഥിയും ഉണ്ടായിരുന്നു. സർവം സഹൻ എന്ന പേരുള്ള ഒരു സാരഥി. ഉടനെ തന്നെ പരശുരാമൻ ആ രഥത്തിലേക്ക് ചാടിക്കേറിയിട്ട് മാഹിഷ്മതിയിലേക്ക് ഇടിച്ചു കയറുവാനായിട്ടാണ് ഉത്തരവ് കൊടുത്തത്. തൻ്റെ മഴ കൊണ്ട് മാഹിഷ്മതിയുടെ കോട്ടവാതിലുകൾ അടിച്ചു തകർത്ത് പരശുരാമൻ മാഹിഷ്മതിക്ക് ഉള്ളിലേക്ക് കയറി. പരശുരാമൻ വരുന്ന ഈ വര പറഞ്ഞ ഉടനെ തന്നെ അവിടെ അവശേഷിക്കുന്ന സൈന്യവുമായിട്ട് ആ 5 രാജകുമാരന്മാർ പരശുരാമനെ നേരിടാൻ വന്നു. കുറച്ച് നേരമേ എടുത്തുള്ളൂ. അവരെ മുഴുവനും പരശുരാമൻ അവിടെ ഇട്ട് തീർന്നില്ല. അവിടെ നിന്ന് ഓടിപ്പോകുന്നവരെ ആരെയും പരശുരാമൻ വെറുതെ വിട്ടില്ല. അവിടെ നിന്ന് പരശുരാമൻ ആ ഒരു രഥത്തിൽ ഭൂമി ചുറ്റിയെന്നാണ് പറയുന്നത്. ഭൂമി ചുറ്റി പരശുരാമൻ്റെ കയ്യിൽ കിട്ടുന്ന ക്ഷത്രിയരെ എല്ലാവരെയും പരശുരാമൻ അവിടെ ഇട്ട് തീർത്തു. അധർമ്മം തലയ്ക്ക് പിടിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നിയ രീതിക്ക് ഭരിക്കുന്ന ഒരൊറ്റ ക്ഷത്രിയന്മാരെ പോലും പരശുരാമൻ വെറുതെ വിട്ടില്ല. എല്ലാത്തിനെയും തീർത്തു. കുറേ ക്ഷത്രിയർ പരശുരാമൻ വരുന്ന വര പറഞ്ഞിട്ട് കാട്ടിലും മലകളിലുമായിട്ട് പേടിച്ചോടി ഒളിച്ചു. ക്ഷത്രിയർ പരശുരാമൻ വരുന്നത് കേട്ടിട്ട് പേടിച്ചോടി ഒളിച്ചു. അതിൽ മഹാവീരന്മാരും ഉണ്ടായിരുന്നു. ശേഷം പരശുരാമൻ വീണ്ടും പോയി 12 കൊല്ലം തപസ് ചെയ്തു. 12 കൊല്ലം തപസ് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും ഭൂമിയിലെ രാജാക്കന്മാർ വന്നു. വീണ്ടും പരശുരാമൻ മഴുവുമേന്തി വന്ന് ഈ ഭൂമി ചുറ്റി നടന്ന അത്ര ക്ഷത്രിയരെയും തീർത്തു. പരശുരാമൻ എന്നിട്ട് വീണ്ടും പോയി 12 കൊല്ലം തപസ് ചെയ്തു. അത് എപ്പോഴൊക്കെ ഒരു പുതിയ രാജാവ് ഭരണത്തിൽ കയറുമോ അപ്പോഴൊക്കെ പരശുരാമൻ തപസ്സും പൂർത്തിയാക്കി വന്ന് ഇവരുമായി യുദ്ധം ചെയ്ത് ഇവരെയൊക്കെ വീഴ്ത്തി. അങ്ങനെ 21 തവണയാണ് പരശുരാമൻ ഭൂമി നടന്ന് ക്ഷത്രിയ നിഗ്രഹം ചെയ്തത്. ഇത്രയും രാജാക്കന്മാരെ പരശുരാമൻ കീഴ്പ്പെടുത്തിയപ്പോൾ പരശുരാമൻ ആക്രമിച്ച് വധിച്ച അത്ര രാജാക്കന്മാരുടെയും ഭൂമി പൂർണ്ണമായും പരശുരാമന് സ്വന്തമായി. ആ ഭൂമി മുഴുവനും പരശുരാമന് സ്വന്തമായി. പരശുരാമൻ എന്ത് ചെയ്തു? ആ ഭൂമിയെല്ലാം കശ്യപ മഹർഷിയെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മാറി. പിന്നീട് ശേഷം മഹേന്ദ്രഗിരിയിലേക്ക് പോയി അദ്ദേഹം അവിടെ സമാധാനമായി ജീവിച്ചു തുടങ്ങി. പരശുരാമൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങി. അതുപോലെ തന്നെ പരശുരാമന് ഗുരുവുണ്ട്. ദത്താത്രേയ മഹർഷി എന്നും പറഞ്ഞൊരു മഹർഷിയുണ്ട്. ആ ദത്താത്രേയനിൽ നിന്ന് പരശുരാമൻ ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, താന്ത്രികമായിട്ടുള്ള ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പരശുരാമൻ്റെ ഗുരുവായിട്ട് ദത്താത്രേയൻ വരുന്നുണ്ട്. അങ്ങനെ പരശുരാമൻ അവിടെ ഈ മഹേന്ദ്രഗിരിയിൽ കഴിഞ്ഞുകൂടി. ശാന്തമായി പരശുരാമൻ അവിടെ കഴിഞ്ഞിരുന്ന സമയം വർഷങ്ങൾ കഴിഞ്ഞുപോയി. വർഷങ്ങളെന്ന് പറയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ പരശുരാമൻ ശാന്തനായി മഹേന്ദ്രഗിരിയിൽ താമസിച്ചു തുടങ്ങി. അദ്ദേഹം അവിടെ തന്നെയായിരുന്നു പിന്നീട് ശാന്തനായിട്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. കാലങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഒരു രാജാവും ആ രാജാവിൻ്റെ 2 പുത്രന്മാരും രാജാവിൻ്റെ കൂടെയുള്ള പരിവാരങ്ങളുമായിട്ട് രാജാവ് സ്വന്തം നാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാജാവിൻ്റെ മൂത്ത മകൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആ ഒരു കുടുംബവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹർഷിമാരും എല്ലാവരും. അങ്ങനെ സന്തോഷത്തോടെ ഇവരെങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ പരശുരാമൻ വരെയാണ്. പരശുരാമൻ വെറുതെ അല്ല വന്നത്. കയ്യിൽ ഭീകരമായ മഴുവുണ്ട്, ഒരു കയ്യിൽ വില്ലുണ്ട്, അതുപോലെ തന്നെ ആവനാഴിയിൽ അമ്പുമുണ്ട്. രാജകുടുംബത്തിന് മുന്നിൽ പരശുരാമൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ രാജകുടുംബം ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു. എന്താ വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം? ഉടനെ തന്നെ കൂടെ ഉണ്ടായിരുന്ന മഹർഷിവര്യന്മാരും ഋഷിവര്യന്മാരും എല്ലാവരും ചെന്ന് പരശുരാമന് അർഘ്യം സമർപ്പിച്ചിട്ട് അദ്ദേഹത്തിനോട് ബഹുമാന സൂചകമായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു. പരശുരാമൻ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ആദ്യം അവരൊക്കെ റെസ്പെക്ട് ചെയ്തപ്പോൾ തിരിച്ച ബഹുമാനം പരശുരാമൻ കൊടുത്തു. പക്ഷെ പിന്നീട് ഗൗരവത്തോടെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ ആ രാജാവ് ചോദിച്ചു, മഹാത്മാവായ പരശുരാമ, അങ്ങ് എന്തിനാ വന്നേക്കുന്നത്? ആഗമനോദ്ദേശം അറിയിച്ചാലും എന്ന് പറഞ്ഞു.
പരശുരാമൻ പതുക്കെ രാജാവിൻ്റെ മൂത്ത മകൻ്റെ അടുത്തേക്ക് പോയി. മറ്റാരെയും നോക്കുന്നില്ല, മൂത്ത മകനെ ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് മൂത്ത മകൻ്റെ അടുത്തേക്ക് പോയത്. പരശുരാമൻ ആ രാജാവിൻ്റെ മൂത്ത മകനെ നോക്കിയിട്ട് ചോദിച്ചു, നീയാണല്ലേ അയോധ്യയിലെ രാജകുമാരനായ ദശരഥപുത്രൻ രാമൻ, രാമചന്ദ്രൻ? ശ്രീരാമനാണ്. ആ ഒരു രാജാവ് ദശരഥനും കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ലക്ഷ്മണനും സീതാദേവിയെ കല്യാണം കഴിഞ്ഞാൽ സ്വയംവരവും കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ മുന്നിൽ രാമൻ ശ്രീരാമൻ്റെ മുന്നിൽ പരശുരാമൻ വന്നിട്ട് ചോദിക്കുവാണ്, നിൻ്റെ സ്വയംവരത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നീ അവിടെ ഒരു വില്ലൊടിച്ചില്ലേ? അതെൻ്റെ ഗുരുനാഥൻ്റെ വില്ല. നീ അത്ര കേമനാണോ? എൻ്റെ ഗുരുനാഥനായ സാക്ഷാൽ മഹാദേവൻ്റെ വില്ലെടുത്ത് ആ വില്ല് ഞാണ് കെട്ടി കുലച്ചൊടിക്കാൻ തക്കവണ്ണം ശക്തനാണോ? അങ്ങനെയാണെങ്കിൽ ഈ വില്ലിൻ്റെ ഞാണ് നീ ഒന്ന് കെട്ട്. നീ ആ ഒടിച്ചത് ശൈവമായിട്ടുള്ള വില്ലാണെങ്കിൽ ഇത് വൈഷ്ണവമായിട്ടുള്ള വില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ശക്തമായ വില്ല്, ആ വില്ലിൻ്റെ ഞാണ് നീ കെട്ട്. എന്നിട്ട് ആ ഞാണിൽ എൻ്റെ ഈ അസ്ത്രം വെച്ച് നിനക്ക് തൊടുക്കാൻ കഴിഞ്ഞാൽ ഞാനുമായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടം നിനക്ക് ഞാൻ ഓഫർ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടുടനെ തന്നെ അവിടെ നിന്നിരുന്ന ദശരഥ മഹാരാജാവ് പറയണം, അങ്ങ് എന്താ പറയുന്നത്? ഒരു കുട്ടിയല്ലേ, ചെറുപ്പക്കാരനല്ലേ, ഇപ്പം തന്നെ അവൻ്റെ അടുത്ത് ഇത് പറയുന്നത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് സംസാരം. പരശുരാമനൊന്നും മിണ്ടുന്നില്ല. ശ്രീരാമന് നല്ല ദേഷ്യം വന്നു. ശ്രീരാമൻ ഒന്നും പറയാതെ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ആ വില്ല് പിടിച്ചിങ്ങ് മേടിച്ച്, അതുപോലെ തന്നെ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു അമ്പും പിടിച്ച് മേടിച്ച്. ഈ വില്ലും അമ്പും പരശുരാമൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് മേടിച്ചപ്പോൾ പരശുരാമനിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്നത് പോലെ പരശുരാമനെ ഫീൽ ചെയ്തു. എന്താ ഇറങ്ങിപ്പോയെന്ന് പരശുരാമൻ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. എന്നിട്ട് ശ്രീരാമചന്ദ്രൻ അനായാസമായി ആ ഒരു വൈഷ്ണവ വില്ല് ഇങ്ങനെ വളച്ച് അതിൻ്റെ ഞാണ് കെട്ടി മുറുക്കി, എന്നിട്ട് ആ വില്ല് അനായാസമായി ഇങ്ങനെ ഉയർത്തി. ഭയങ്കര ബലമുള്ളൊരു വില്ല. എന്നിട്ട് പരശുരാമൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അമ്പ് ആ വില്ലിലോട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ച്, അത് ആ വലിക്കുന്ന ശബ്ദം അവിടെയുള്ള ആളുകൾ മുഴുവനും കേട്ടു. ഇങ്ങനെ നിൽക്കുന്ന നിപ്പ് കണ്ടപ്പോൾ പരശുരാമൻ കുറച്ചു നേരം ഇങ്ങനെ നോയിക്കൊണ്ട് നിന്നു. കാരണം പരശുരാമന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു, ശ്രീരാമൻ്റെ പിന്നിലായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ ചതുർബാഹുവായിട്ട്, അതായത് ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പരശുരാമന് മനസ്സിലായി, തന്നെപ്പോലെ തന്നെ ശ്രീരാമചന്ദ്രനും മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നും തന്നിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ, അത് മഹാവിഷ്ണു ഭഗവാന്റെ വൈഷ്ണവാംശം ഉണ്ടല്ലോ, ആ വൈഷ്ണവാംശം പൂർണ്ണമായും പരശുരാമൻ്റെ ദേഹത്തു നിന്ന് ഇറങ്ങി ശ്രീരാമനിലേക്ക് പോയി എന്നാണ് പരശുരാമന് മനസ്സിലായത്. അതാണ് സംഭവിച്ചത്. അതായത് ശ്രീരാമൻ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് ആ വില്ല് പിടിച്ചു വാങ്ങിയ സമയം പരശുരാമൻ്റെ ദേഹത്തുണ്ടായിരുന്ന വൈഷ്ണവാംശം പൂർണ്ണമായും ശ്രീരാമനിലേക്ക് വന്നു. ശ്രീരാമനിലേക്കോ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാനിലേക്കോ തിരിച്ചുപോയി. പരശുരാമൻ്റെ ദേഹത്തു നിന്ന് വൈഷ്ണവാംശം എന്തായാലും പോയി, അത് തന്നെ പറയാൻ. ഉടനെ തന്നെ പരശുരാമന് മനസ്സിലായി, ഈ മുന്നിൽ നിൽക്കുന്ന രാജകുമാരൻ അയോധ്യയുടെ രാജകുമാരനും യുവരാജാവും മാത്രമല്ല, സാക്ഷാൽ നാരായണൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണെന്ന്. പരശുരാമൻ ബഹുമാന പുരസ്സരം അവിടെ നിന്നു. മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീരാമൻ ഞാനിങ്ങനെ വലിച്ചു പിടിച്ച് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഒരസ്ത്രം വില്ലിലേക്ക് എടുത്ത് തൊടുത്താൽ എനിക്കത് തിരിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, എങ്ങോട്ടെങ്കിലും എനിക്ക് അയച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങേക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്ന്, കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ അങ്ങേക്ക് എങ്ങോട്ടേക്കും എത്താൻ പറ്റും, ആ സിദ്ധി. അല്ലെങ്കിൽ അങ്ങയുടെ തപസ് കൊണ്ട് അങ്ങ് നേടിയെടുത്ത സ്വർഗത്തിലെ ലോകങ്ങൾ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറ, അതിലേക്ക് ഞാൻ ഈ അസ്ത്രം അയക്കാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പരശുരാമൻ പറഞ്ഞു, അദ്ദേഹം ശാന്തമായിട്ട് പറയാണ്, ഭൂമണ്ഡലം മുഴുവനും ഞാൻ പിടിച്ചെടുത്തതിന് ശേഷം ഞാൻ കശ്യപ മഹർഷിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ശാന്തമായി ഞാൻ മഹേന്ദ്രഗിരിയിൽ താമസിക്കുകയാണ്. ഞാൻ രാത്രികളിൽ ഭൂമിയിലില്ല, രാത്രികളിൽ ഞാൻ എപ്പോഴും മഹേന്ദ്രഗിരിയിൽ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന എൻ്റെ സിദ്ധി അതെനിക്ക് തന്നാലും, എൻ്റെ തപോബലത്തിലൂടെ ഞാൻ നേടിയെടുത്ത ആ സ്വർഗത്തിലുള്ള ലോകങ്ങളിലേക്ക് അങ്ങ് അസ്ത്രമയിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പരശുരാമൻ ആ പറഞ്ഞത് കേട്ടുടനെ തന്നെ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞ് പരശുരാമൻ്റെ തപോബലം കൊണ്ട് നേടിയെടുത്ത ആ ഒരു ലോകങ്ങളിലേക്ക് അസ്ത്രമയിച്ചു. ആ ലോകങ്ങൾ തകർന്നു. പരശുരാമൻ്റെ ആ തപോബലത്തിൻ്റെ എഫക്റ്റ് അവിടെ തീർന്നു. എന്നിട്ട് ബഹുമാന പുരസ്സരം പരശുരാമൻ ഈ വില്ലിങ്ങനെ ശ്രീരാമചന്ദ്രൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ പരശുരാമൻ പറഞ്ഞത് അങ്ങ് തന്നെ വെച്ചോളും, ഞാൻ തിരിച്ചു പോവുകയാണെന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് മഹേന്ദ്രഗിരിയിലേക്ക് പോയി. ശ്രീരാമചന്ദ്രൻ പരശുരാമൻ്റെ ഈ വില്ല് വരുണനെ ഏൽപ്പിച്ചു. അദ്ദേഹം വെച്ചില്ല. അദ്ദേഹം ഉടനെ തന്നെ വരുണ ഭഗവാനെ സ്മരിച്ചപ്പോൾ വരുണ ഭഗവാൻ മുന്നിൽ വന്നു. വരുണ ഭഗവാന്റെ കയ്യിൽ ഈ വില്ല് കൊടുത്തു. ഈ സമയം ഒരു കാര്യം നമ്മൾ പറയണം. നമ്മൾ ഈ പരശുരാമൻ്റെ സീരീസ് തുടങ്ങിയ സമയം മുതലേ ഒരുപാട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു.
ഈ റേഞ്ചിലുള്ള പരശുരാമനെയാണോ ഭീഷ്മർ തീർത്തതെന്ന്? അല്ല. ഭീഷ്മരെ തീർത്ത സമയത്ത്, രുക്മിയെ പരശുരാമൻ പഠിപ്പിച്ച സമയത്ത്, കർണനെ പരശുരാമൻ പഠിപ്പിച്ച സമയത്ത്, അശ്വത്ഥാമാവിന് പരശുരാമൻ ദീക്ഷ കൊടുത്ത സമയത്ത്, അശ്വത്ഥാമാവിന് ഒരു ഉപാസനാ പദ്ധതിയിൽ പരശുരാമനിൽ നിന്ന് ദീക്ഷ നേടിയിട്ടുണ്ട്. വളരെ അതങ്ങനെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല. താന്ത്രികമായി നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഉപാസനാ പദ്ധതികളിൽ അശ്വത്ഥാമാവ് മഹാഗുരുവായിട്ട് വരുന്നുണ്ട്, ചില്ലറക്കാരനല്ല. ഈ സമയങ്ങളിൽ, അതായത് പരശുരാമൻ ഭീഷ്മരെ പഠിപ്പിച്ച സമയത്തും ഭീഷ്മരുമായിട്ട് പരശുരാമൻ പോരാടിയ സമയത്തും പരശുരാമനിൽ വൈഷ്ണവാംശമില്ലായിരുന്നു. പരശുരാമനിൽ യോഗിക്കായിട്ടുള്ള ശക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സാധന കൊണ്ടും ഉപാസന കൊണ്ടും തൻ്റെ തപസ് കൊണ്ടുമെല്ലാം പരശുരാമൻ നേടിയെടുത്ത യോഗിക് ശക്തികൾ മാത്രമേ പരശുരാമനിൽ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ വൈഷ്ണവാംശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പറയാം, ഈ റേഞ്ചിലുള്ള പരശുരാമനുമായിട്ടല്ല ഭീഷ്മർ യുദ്ധം ചെയ്തിരുന്നത്. ഈ റേഞ്ചിലുള്ള പരശുരാമനുമായിട്ട് ഭീഷ്മർ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ കഥ വേറെയായേനെ. ഈ റേഞ്ചിലുള്ള പരശുരാമനാണ് മഹാഭാരതത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ രീതിക്കൊന്നും ആയിരിക്കില്ല പരശുരാമൻ അവിടെ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നത്. വേറെ പല രീതിക്കും, ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിക്കൊക്കെ പരശുരാമൻ അവിടെ റിയാക്ട് ചെയ്തേനെ. അപ്പോൾ ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ഈ ഒരു കണ്ടുമുട്ടലിൽ പരശുരാമൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വൈഷ്ണവാംശം പൂർണ്ണമായും പോയി. അതാണ്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഈ റേഞ്ചിലുള്ള പരശുരാമനുമായിട്ടല്ല ഭീഷ്മർ യുദ്ധം ചെയ്തതെന്ന്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. പരശുരാമൻ ഒരിക്കൽ ഒരു കാട്ടിൽ തൻ്റെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേ, ഒരു ഹോമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോമം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പരശുരാമന് അവിടെ മറ്റൊരു സാന്നിധ്യം അറിഞ്ഞപ്പോൾ പരശുരാമൻ ശാന്തനായി അവിടെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ 2 പുരുഷന്മാരുടെ ശബ്ദം കേട്ടു. മഹാത്മാവായ പരശുരാമ, നമസ്കാരം, നമ്മുടെ പ്രണാമം സ്വീകരിച്ചാലും. പരശുരാമൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണനെയും ബലരാമനെയുമാണ് കണ്ടത്. കൃഷ്ണനും ബലരാമനും 17 തവണ മധുര ആക്രമിച്ച ജരാസന്ധനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം വീണ്ടും ജരാസന്ധൻ സൈന്യവുമായി വന്നപ്പോൾ തങ്ങളുടെ രാജ്യം രക്ഷിക്കുവാനായിട്ട് കുറച്ചു കാലം അവിടെ നിന്ന് മാറി നിന്നില്ലേ? ആ സമയത്ത് അവർ കാട് വഴി സഞ്ചരിച്ചപ്പോൾ പരശുരാമനെ കണ്ടുമുട്ടിയതാണ്. ഇവിടെ വെച്ച് പരശുരാമനിൽ നിന്നാണ് ശ്രീകൃഷ്ണസ്വാമി ദ്വാരകയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദ്വാരക കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കാര്യം അറിയുന്നതും ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തെക്കുറിച്ചുള്ള കാര്യം അറിയുന്നതുമൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഭഗവാൻ പരശുരാമനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത എപ്പിസോഡ് കൊണ്ട് ഈ സീരീസ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് പരശുരാമനെക്കുറിച്ചുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. വേറെ പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ ഇടുന്നതെന്ന് പറയുമ്പോൾ മിക്കവാറും അടുത്ത സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ